സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ചിത്രം പുറത്തു വന്നിട്ടില്ല. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഭരണഘടന സംവിധാനത്തിൻ്റെ കാവലാളായി സ്വയം ചമഞ്ഞു നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അസത്യ നിലപാടുകൾ എന്തുകൊണ്ട് ഈ സർക്കാർ എടുക്കുന്നു? പിന്നെ ചില കാര്യങ്ങളിലാകട്ടെ തീരെ വിവരവുമില്ല. ഇപ്പോൾ താഴമൺ കുടുംബത്തെ പറ്റി പറഞ്ഞില്ലേ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പോയി പ്രസംഗിച്ചപ്പോൾ? ഈ പറയുന്ന ബ്രഹ്മചര്യത്തിൻ്റെ കാര്യമൊക്കെ ചില തന്ത്രികൾ ബ്രഹ്മചാരികളാണ് മറ്റു സ്ഥലങ്ങളിൽ, ഇവിടെ അങ്ങനെയല്ല എന്ന്. സർ, ഇദ്ദേഹത്തിന് അറിയില്ലേ ഇത് കുടുംബപരമായി പാരമ്പര്യത്തോടെ കിട്ടുന്നതാണ് എന്ന്? അങ്ങനെയെങ്കിൽ ബ്രഹ്മചാരികൾക്ക് എങ്ങനെയാണ് കുടുംബം ഉണ്ടാവുക? അപ്പോൾ ഇതൊന്നും അറിയാതെയാണങ്ങ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കോടിയേരി പറഞ്ഞില്ലേ, ഈ ബ്രഹ്മചര്യ നൈഷ്ഠിക ബ്രഹ്മചാരിയുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പനും മാതാമൃതാന്തമയുമായുള്ള താരതമ്യം അസംബന്ധമല്ലേ? എന്തുകൊണ്ടാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാര്യത്തെ പറ്റി പറയുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈശ്വരനിൽ മനുഷ്യരൂപാരോപണം, ഇതാണ് ഹൈന്ദവ സങ്കല്പം. എന്ന് വെച്ചാൽ ദൈവത്തിന് മനുഷ്യൻ്റെ രൂപങ്ങളും വികാരങ്ങളും ഉണ്ടെന്ന സങ്കല്പനമാണത്. അവിടെ ശബരിമലയിലെ അയ്യപ്പൻ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കെ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ ബ്രഹ്മചര്യത്തിന് ചാഞ്ചല്യം വരും. അതിൽ നിന്ന് പരിരക്ഷ എന്ന നിലയ്ക്കല്ല ഈ പറയുന്നത്. അങ്ങനെ ചഞ്ചലനായി നിൽക്കുന്ന ഒരു ഡേറ്റ് അല്ല അത്. അതാണ് ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സങ്കല്പം. അപ്പോൾ ഇതറിയാതെയാണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി സാർ, ഒരു കാര്യം കൂടി. 91 വിധിയെപ്പറ്റി ഒരു പുതിയ വിളംബരം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അതിലൊരു ജഡ്ജിക്ക് വിയോജിപ്പായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിരമിക്കുന്നത് വരെ കാത്തു. സമാന അഭിപ്രായമുള്ള ആൾ വന്നപ്പോൾ വിധി പുറപ്പെടുവിച്ചുവെന്ന്. സർ, ഈ ജസ്റ്റിസ് പരിപൂർණ എത്ര വിശദമായ പര്യാലോചനയാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന് അങ്ങേക്ക് പറയുന്നതാണല്ലോ. ഈ മേഖലയിലുള്ള മുഴുവൻ പ്രമുഖരെയും വിളിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ VS അച്യുതാനന്ദൻ അഫിഡവിറ്റിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സാധ്യത ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക, അതുൾപ്പെടെയാണ് പരിപൂർണൻ നിർവഹിച്ചത്. അപ്പോൾ അസത്യം പറയുക, വിവരമില്ലായ്മ പറയുക, അസംബന്ധം പ്രചരിപ്പിക്കുക, ഇതാണോ നടക്കുന്നത്? അല്ല, നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഗീബൽസ്യൻ തന്ത്രം തന്നെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വിശ്വാസികളൊന്നുമല്ല, ഇവർക്കിതിനെക്കുറിച്ചൊരു ചുക്കും അറിയത്തുമില്ല. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളമോ ആചാരത്തെ സംബന്ധിച്ചോ ഒന്നും അറിയില്ല. ഇവിടെ ശ്രീ പിണറായി വിജയൻ ഏതൊക്കെയോ ചില ഉപദേഷ്ടാക്കളുണ്ട്. അദ്ദേഹത്തിന് 8 ഉപദേഷ്ടാക്കളുടെ കൂട്ടത്തിൽ ഇപ്പം ഇതുപോലെ വിശ്വാസത്തിൻ്റെ പ്രത്യേക ഒരു ഉപദേഷ്ടാവിനെ കൂടെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ആ ഉപദേഷ്ടാവ് ആരാണെന്ന് നമുക്ക് തപ്പിയെടുക്കേണ്ടതായിട്ടുണ്ട്, അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഏതോ വിവരക്കേടുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചൂതാട്ടം അദ്ദേഹം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹത്തിൽ ഇതുവരെ വർഗീയമായി വിഭജിക്കപ്പെടാതിരുന്ന ഒരു സമൂഹത്തെ വർഗീയമായി വിഭജിക്കുവാനും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയൊരു കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. പക്ഷേ വലിയ നഷ്ടത്തിലേ അദ്ദേഹം പോയി നിൽക്കൂ എന്നുള്ളതൊരു ഉറപ്പ്. ഇതിനകത്ത് വേണു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് താഴ്മൺ കുടുംബത്തിൻ്റെ അവർ പാരമ്പര്യമായിട്ടാണ് അവരെ തന്ത്രിമാർ ശബരിമലയിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും കൃത്യമായി പഠിക്കുകയോ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇതുപോലെ ഇത് എന്തോ സർക്കാർ അപ്പോയിൻ്റ് ചെയ്തേക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നുള്ള തെറ്റിദ്ധാരണ ആരോ പറഞ്ഞു കൊടുത്തതാണ്. ഇതൊന്നും നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള വിവരമൊന്നും പുള്ളിക്കല്ല. അദ്ദേഹം പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള രാഷ്ട്രീയ ഭാഗങ്ങൾ നടത്തിയിട്ടുള്ളത് തിരുവിതാംകൂറുമായിട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ടോ ശബരിമലയായിട്ടൊന്നും ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും മലബാറിൽ നിന്ന് വരുന്നതിന്റെ അജ്ഞതയാണെന്ന് പറഞ്ഞുകൂടാ. അവിടുത്തെ ഒരു തന്ത്രിയെ മാറ്റിയ കഥ പറഞ്ഞതും അസത്യമാണ്, വസ്തുതാവിരുദ്ധമാണ്. അവിടെ രാജാവ് ഒരു തന്ത്രിയെ മാറ്റിയെന്നാണ് പറയുന്നത്. മേൽശാന്തിയാണ് മാറ്റിയത്. കാട്ടുമാടത്തിനാണ് ഇപ്പോഴും ആ പറയുന്ന അമ്പലത്തിൽ തന്ത്രിസ്ഥാനമുള്ളത്. ഇന്നലെ ഒരു സ്വാമി അത് പറയുന്നത് കേട്ടു. അത് അവിടെ മാറ്റിയിട്ടുള്ളത് മേൽശാന്തിയാണ്. മേൽശാന്തിയും തന്ത്രിയും, മേൽശാന്തിമാരെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി വരുന്നവരാണ്. ശബരിമലയാണെങ്കിൽ 1 വർഷത്തേക്കാണ് വരുന്നത്. തന്ത്രി എന്ന് പറയുന്നത് പാരമ്പര്യമായി ആ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് തന്ത്രിമാരായിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ സുപ്രീം കോടതിയുടെ വിധിയുടെ പരിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്നലെ പറയുന്നു ഹൈക്കോടതിയിലുണ്ടായ വിധി, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമാണ്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി റിട്ടയർ ചെയ്യാൻ കാത്തിരുന്നു പരിപൂർണസ്വാമിക്ക് ഇതുപോലൊരു വിധി ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് ഹൈക്കോടതി കോർട്ടലക്ഷ്യമാണ് പറയുന്നത്. ഹൈക്കോടതി എത്രയോ പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജഡ്ജിമാരെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല, ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് വിമർശിക്കാം. അത് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിലും ഇന്ദു മൽഹോത്ര മറ്റൊരു വിധിയാണല്ലോ പറഞ്ഞത്.
അപ്പോൾ ആ രീതിയിലല്ല കാണേണ്ടത്. അത് വളരെ തെറ്റായ ഒരു വലിയ, പ്രത്യേകിച്ചൊരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുന്നത് ഒരു കോടതി അലക്ഷ്യം തന്നെ, അതിനൊന്നും യാതൊരു സംശയവുമില്ല. നേരത്തെ ഇവിടെ സംസാരിച്ച വിഷയം തന്നെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഇന്ദുലേഖയൊക്കെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയത് നമുക്കറിയാം. അവർ സുപ്രീം കോടതിയിലേക്ക് അവരെ ഒരു കേസുമായി കൊണ്ടുപോകാനുള്ള കാരണം ഈ സർക്കാരിന് ഈ തന്ത്രിക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈപ്പാസ് ചെയ്തൊരു കളിയായിരുന്നത്. അതല്ലാതെ കേരളത്തിൽ ഈ ഗവൺമെൻറ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. ഈ സർക്കാരാണല്ലോ ചക്കരവണ്ടിയെ കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി ഇവരെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടത്. അപ്പോൾ അവനെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതിന് സുപ്രീം കോടതി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയല്ല പോയത്. കേരള ഗവൺമെൻറ് ഇതിനകത്ത് ഇൻ്റർവീൻ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ കള്ള ലിസ്റ്റുമായിട്ട് പോയി നാണം കെട്ടിപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്നത്. ഈ ഗവൺമെൻറ് തൊട്ടതെല്ലാം, ശബരിമലയുമായി ബന്ധപ്പെട്ടത് തൊട്ടതെല്ലാം മണ്ടത്തരങ്ങളെന്ന് മാത്രമല്ല, കേരള സമൂഹത്തെ ഒരിക്കലും, ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കേരളം ആർജിച്ചെടുത്ത മതസൗഹാർദ്ദമുണ്ടല്ലോ, ആ മതസൗഹാർദ്ദം അത് തകർത്തു പിണറായി വിജയൻ. നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർത്ത, വർഗീയമായി ചേരിതിരിവുണ്ടാക്കിയ വ്യക്തി എന്നുള്ളതാണ്. ഇവിടെ മതിലിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചല്ലോ, ഒരു വാക്കുകൂടെ, മതിലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വനിതാ കലക്ടർമാർ വരെ ഇറങ്ങി മതിൽ പിടിച്ചല്ലോ. ആ കലക്ടർമാർ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളോട് പറഞ്ഞത് എന്തിനാണ്? നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച്, അതിന് ഉൾപ്പെട്ട സംഘടനകളെ വിളിച്ച് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മതിലെന്ന. എന്നിട്ട് ഇതാ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി വിടവിട്ട് കൊടുത്തിരിക്കും. മുമ്പേ വായിച്ചല്ലോ, കളക്ടർമാർക്കൊക്കെ നല്ല ആനുകൂല്യവും പ്രഖ്യാപിച്ചു. ചെയ്തു കൊടുത്തു. അല്ലല്ല, യാത്ര, ഇന്ധനം, വീട്ടുജോലിക്കാരുടെ ശമ്പളം ഇതെല്ലാം കുത്തനെ കൂട്ടിയിട്ടുണ്ട്. വൈദ്യുതിയും വെള്ളവും സൗജന്യമാണ്. ഇതെല്ലാം ഉണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. ശരി, വർഷം 50 കോടിയുടെ അധിക ബാധ്യത. ഇവരെന്ത് ചെയ്യുന്നു, എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി ഒരു ഓഡിറ്റിംഗും ഇല്ലാതെയാണ് ഇത്ര വലിയ ഈ പറയുന്ന തരത്തിലുള്ള സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതും ഈ പ്രളയാനന്തര ദുരിതത്തിൽ എങ്ങോട്ട് പോകണം എന്ന് വിലപിക്കുന്ന ഒരു ഗവൺമെൻറ്. ഞാനതിലേക്ക് പോകുന്നില്ല. അഡ്വക്കേറ്റ് ഉഷാ നന്ദിനി, ഇവിടെ ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞു പോഴന്മാരല്ല അവിടെ ഇരിക്കുന്നത്, ഈ തന്ത്രിയും കക്ഷി ചേർന്നതാണല്ലോ എന്ന്. അപ്പോൾ ഇവരുടെയൊക്കെ വാദഗതികൾ കേട്ടതിന് ശേഷമാണ് വിധി വന്നത്. ആ വിധി ഇനിയിപ്പോൾ കർശന വ്യവസ്ഥയോടുള്ളതാണോ അല്ലയോ എന്നതിലൊക്കെ സാങ്കേതികമായ ന്യായാന്യങ്ങൾ മാത്രമാണ് അതിനെ സംബന്ധിച്ചുള്ളത്. ഈ നാട്ടിൻ്റെ നിയമമാണത്. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ എല്ലാവരെയും കേട്ടു. ചിലർക്ക് യോജിക്കാൻ കഴിയാത്ത വിധി വന്നു. യോജിക്കാൻ കഴിയാത്തവർ തുടർന്നും വിയോജിപ്പുമായി കോടതിയിലേക്ക് തന്നെ പോകുന്നതിന് പകരം സ്വന്തം വിയോജിപ്പ് അവരവർ വഹിക്കുന്ന ചുമതലകളിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ തുടങ്ങുന്നതിനെയാണ് ഈ സർക്കാർ എതിർക്കുന്നത്, ദേവസ്വം ബോർഡ് എതിർക്കുന്നത്. ഇതാണ് എതിർവാദം. മറുപടി. വേണു, ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞു അവിടെ പോഴന്മാരല്ല ഇരിക്കുന്നതെന്ന്. ശരിയാ, അതുകൊണ്ടാണ് ഈ സർക്കാർ ഒരു നാടകം നടത്തി അവിടെ കുറുക്കു വഴിയിൽ കൂടി റിവ്യൂ പെറ്റീഷൻസ് വരുന്ന സമയത്ത് സർക്കാരിൻ്റെ സ്റ്റാൻഡ് കൂടുതൽ വ്യക്തമാക്കി ഇതുള്ള എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാര്യം പാളിസായത്. അതുകൊണ്ടാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ കാര്യങ്ങളൊന്നും അറിയാതെ അല്ലല്ലോ ഇരിക്കുന്നത്. പിന്നെ ഈ റിട്ട് പെറ്റീഷനകത്ത് പറ്റിയൊരു കാര്യം, അവർക്ക് ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ആയിട്ട് അതിലേക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി അതിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം അതെല്ലാവർക്കും അറിയാം. ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണഘടന എന്ന് പറയുന്നതിൽ മാത്രം മുന്നിൽ നിന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും, ഞാനിപ്പോൾ അതിലേക്കൊന്നും വരുന്നില്ല, കാരണം റിവ്യൂ പെറ്റീഷൻസ് ഒക്കെ പെൻഡിങ് ആണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം നോക്കാനുള്ളത്, ഈ തന്ത്രിക്കെതിരെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പോയി എന്ന് പറയുന്നു. ഈ ദേവസ്വം ബോർഡ് തന്നെ കൊടുത്ത ഒരു സാവകാശം, അതായത് വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് കൊടുത്ത ഒരു സാവകാശ ഹർജി എന്ന് അവനെ പേരിട്ട ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. അപ്പോൾ അത് നിലവിലിരിക്കുക. അതായത് അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഈ വിധി നടപ്പാക്കുന്നതിന് ഞങ്ങൾക്ക് സാവകാശം വേണം എന്ന് പറയുന്നു. അവിടെ ഓർക്കണം, മുഖ്യമന്ത്രിയുടെ കണ്ണൂരിട്ട് കാരണമാണ് ദേവസ്വം ബോർഡിന് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റാതായി പോയത്. ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനിരുന്നതാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റിനെ ശാസിച്ചത് വലിയ വാർത്തയായിരുന്നു അന്ന്. അതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ശരിക്കും പറഞ്ഞാൽ ഭക്തരുടെ കൂടെ നിൽക്കേണ്ട ദേവസ്വം ബോർഡിന് നിൽക്കള്ളിയില്ലാതെ അവസാനം റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പിൻപോകേണ്ടി വന്ന ഒരു കാര്യം അതാണ്. പിന്നെ ഇവിടെ ഇപ്പം മന്ത്രിമാരുടെ കാര്യം പറഞ്ഞു. ഇവിടുത്തെ മന്ത്രിമാരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു ദേവസ്വം മന്ത്രിയുണ്ട്. ആ ദേവസ്വം മന്ത്രി ശ്രീ കെ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്ന സമയത്ത് പറഞ്ഞാൽ അമ്മ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം പെലയുണ്ട് എന്ന് പറഞ്ഞ മന്ത്രിയാണ്. അതായത് എന്താണ് ഹിന്ദുവിൻ്റെ ആചാരം, എന്താണ് പെല, എന്താണ് വാലായ്മ, എന്താണ് എന്നുള്ളതിനെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചുക്കും ചുണ്ണാമ്പും അറിയാൻ വയ്യാത്ത മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല.
പിന്നെ വേറൊരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ സന്യാസി വര്യന്മാരുടെ അടിവസ്ത്രം അന്വേഷിക്കാൻ നടക്കുകയാണ്, അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ. പിന്നെ ഇവിടെ ഇപ്പം അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPM. അതിൻ്റെ സെക്രട്ടറിയാണ് പറയുന്നത് നൈഷ്ഠിക് ബ്രഹ്മചാരി. എന്താണ് ബ്രഹ്മചര്യം എന്ന്, നൈഷ്ഠിക് ബ്രഹ്മചാരി സങ്കല്പം എന്ന് പറയുന്നത്? ഇവരാണോ ഇതിനെക്കുറിച്ചിട്ട് പറയുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്? ഇവിടുത്തെ CPM നേതാക്കളുടെയും മറ്റുള്ള മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഹിന്ദു മതങ്ങളെക്കുറിച്ചിട്ടും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ടും ഇവരാണ് അവസാന വാക്ക് എന്ന്. ആ രീതിയിലാണ് ഇവരെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതേക്കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വിഡ്ഢിത്തരങ്ങളും വേണ്ടാധീനങ്ങളും പറയുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ മാതൃഭൂമിയിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ വേണു തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, അതായത് ഞാനത് വായിക്കാതെ 91 ജഡ്ജ്മെൻറ്റിൽ വേണു പറഞ്ഞതുപോലെയാണ് കേസ് കൈകാര്യം ചെയ്ത ഹൈക്കോടതി ബെഞ്ചിൽ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ജഡ്ജി അനുകൂലമല്ലാത്തതിനാൽ അദ്ദേഹം മറ്റൊരു വിധത്തിൽ ഒഴിഞ്ഞു പോകും വരെ കാത്തിരുന്നു. അതിനുശേഷമാണ് യുവതീ പ്രവേശനം നിരോധിച്ച വിധി 91 എന്തോ വിവരക്കേടൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു കോടതിയിലെ ജഡ്ജിമാരുടെ റോസ്റ്റർ എന്താണെന്നോ എങ്ങനെയാണ് ഒരു കേസ് കേട്ട് കഴിഞ്ഞാൽ വിധി പ്രസ്താവിക്കുന്നതെന്നോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് അറിവില്ല. ഇദ്ദേഹത്തിന് ഈ നേരത്തെ ശ്രീ ജോസഫ് വഴക്കൻ പറഞ്ഞതുപോലെ കുറേ ഉപദേശികളുണ്ട്. അതിനകത്ത് തലയിൽ ആളുതാമസമുള്ള ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? ആ ജഡ്ജ്മെൻറ്റിൽ 91 മഹേന്ദ്രൻ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പാരഗ്രാഫ് നമ്പർ 10 കേരള സർക്കാർ അവിടെ കൊടുത്ത അഫിഡവിറ്റിനകത്ത് കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ ചീഫ് സെക്രട്ടറിയുടെ പേരിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് അന്നത്തെ പെറ്റീഷനെ ശക്തിയുക്തം തള്ളി. കാരണം അതിനെ എതിർത്ത് ഈ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നതിനെ ശക്തിയുക്തം എതിർത്ത് ഒരു സ്റ്റാൻഡ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചാണ് സംസ്ഥാന സർക്കാർ. കാരണം ഇതേ രീതിയിലുള്ള പെറ്റീഷൻ ഒന്ന് കൺസിഡർ ചെയ്യരുതെന്ന് അതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം സുപ്രീം കോടതിയിലൊന്നും അവർ പോയില്ല. 91 ശേഷം ശരി സാർ ഞാൻ ഇടപെടുകയാണ്. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ചന്ദ്രൻപിള്ളയുടെ പ്രതികരണത്തിലേക്ക്. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ കെ ചന്ദ്രൻപിള്ള, ഇവിടെ ഈ വിശ്വാസികൾ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ ഹിന്ദുക്കളെ ബാധിച്ചിരിക്കുന്നു, ഇനി മറ്റ് മതസ്ഥരെയും ഇത് ബാധിക്കാനിരിക്കുകയാണ് എന്ന്. ഇപ്പോൾ ഞാനൊരു 2 ഉദാഹരണം പറയാം. ഒന്ന്, മാരാമൺ കൺവെൻഷൻ അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അവരുടെ ഒരു തീരുമാനം വന്നു, അവിടെ സ്ത്രീകളെ വൈകുന്നേരത്തെ സദസ്സിൽ പ്രവേശിപ്പിക്കും. 6:30 മണിക്കാണ് സാധാരണത്തിൽ ഇത് തുടങ്ങുക. 6 മണിക്ക് തുടങ്ങി ഏതാണ്ട് 2 മണിക്കൂറോളമാണ് ആ സദസ്സിൻ്റെ മുൻകാലങ്ങളിലെ സമയം. അപ്പോൾ പണ്ട് മുതൽ അത് സ്ത്രീകൾ വേണ്ട, കാരണം ആ സമയത്ത് വന്നാൽ അവർക്ക് തിരിച്ചു പോകാനുള്ള പ്രായോഗിക അസൗകര്യം ഉണ്ടാകും എന്ന് വെച്ചുകൊണ്ട് അത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ 5 മണിക്ക് മറ്റോ തുടങ്ങി 6:30 അടുത്ത മാസം തൊട്ട് തീരുമാനം. കാരണം എന്താണ്? ശബരിമല പോലെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് അരക്ഷിതത്വത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് എന്ന സംശയം ഉയരാം. കാരണം ഇവിടെ ഈ ഹിന്ദുക്കൾ വലിയ ഭൂരിഭാഗം ഉണ്ട്. അവർക്ക് ഇത്രയും അരക്ഷിതത്വമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താകും എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയാണോ ഇത്? മറ്റൊന്ന്, ഇവിടെ മോദി മെഹ്റമില്ലാത്ത ഹജ്ജിന് പോകുന്ന സ്ത്രീകൾ അവർ കൊണ്ടുവന്നതാണല്ലോ. അതായത് ഭർത്താവോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളായ പുരുഷന്മാരോ ഇല്ലാതെ തന്നെ ഇവർക്കൊറ്റയ്ക്ക് പോകാം. മോദി കൊണ്ടുവന്നതാണ് ആ മാറ്റം. കഴിഞ്ഞ തവണ 1300 സ്ത്രീകൾ അങ്ങനെ പോയി, ഇത്തവണ 2340 സ്ത്രീകൾ. അപ്പോൾ വനിതാ ശാക്തീകരണം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളായി മോദിയെ കാണേണ്ടി വരും. ഒരു വശത്ത് ഈ യാത്രയ്ക്ക് ഹജ്ജിന് GST കുറച്ചത് 18 നിന്ന് 5 ഏതാണ്ട് 113 കോടിയാണ് അങ്ങനെ തീർത്ഥാടകർക്ക് ലാഭം. പ്രയാഗിൽ കുംഭമേളയ്ക്ക് 1300 കോടിയായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 4200 കോടിയിലേക്ക് അത് അധികരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഇവിടെ മുസ്ലിം വ്യക്തി നിയമത്തിൽ കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ രൂപം നൽകിയ ചട്ടത്തിലെ വ്യവസ്ഥകളെല്ലാം വിവാദമായി. മറ്റു മതങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒന്നുമില്ലാത്തത്രയും വ്യവസ്ഥകളാണ് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന സ്ഥിതി വരുന്നു. അപ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ഭരണത്തിൽ എന്തുകൊണ്ടിങ്ങനെ ബുദ്ധിമുട്ടുന്നു? വേണു, ഈ പ്രശ്നം വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് അത് പറയാം, സമയക്കുറവല്ലേ. ഒന്നാമത്, ഈ ലിംഗസമത്വത്തിൻ്റെ പ്രശ്നം ഇവിടെ സജീവമായിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും സ്ത്രീകൾക്ക് നിഷേധിച്ചിരുന്ന അവകാശങ്ങൾ കൊടുക്കേണ്ടതിലേക്ക് എത്തും. അത് മതവ്യത്യാസമില്ലാതെ ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതുണ്ട്. അടുക്കളയിൽ സ്ത്രീകൾ മാത്രം കയറിയാൽ മതി എന്നുള്ളത് പോലും മാറുന്നതിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നടന്ന ചർച്ചകളിൽ ഞാൻ തുറന്ന ചർച്ചയിലേക്ക് ഈ കാര്യം കൊണ്ടുപോകണം.
എന്താണെന്ന് വെച്ചാൽ കൊല്ലത്ത് വന്ന പ്രധാനമന്ത്രി ശബരിമലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു കേരള ഗവൺമെൻറ് നിലപാടിനെക്കുറിച്ച് അദ്ദേഹം ലജ്ജയുണ്ടെന്ന് പറഞ്ഞു. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുമ്പോൾ ലജ്ജ തോന്നുകയാണെങ്കിൽ ആ പ്രധാനമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഭരണഘടനയുടെ വന്ന പദവിയിൽ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് അതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 0 നിന്ന് ത്രിപുരയെ ഇവിടെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ. ബാക്കിയെല്ലാം പുകമറ സൃഷ്ടിക്കലാണ്. അതുകൊണ്ട് അതിനോട് തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും നിൽക്കുന്നില്ല. വിശ്വാസികളാണ് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമുള്ള മഹാഭൂരിപക്ഷം. സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനോട് ന്യായമായ നിലയിൽ നമുക്ക് ഭരണഘടനാ ബോധത്തിലും നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നുണപ്രചാരകരായിട്ടും മുഖ്യമന്ത്രിയെ നുണപ്രചാരകരായിട്ടും നിങ്ങൾ ചാനലിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ആധികാരികതയാണ് നിങ്ങൾക്കുള്ളത്? ഈ കഴിഞ്ഞ ദിവസം ബിസിനസ്സിൽ ഇറക്കിയൊരു സ്പെഷ്യൽ ബുള്ളറ്റിനുണ്ട്. മാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് 4 പേജാണ് കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയെ പറ്റി അവർ എഴുതിയിട്ടുള്ളത്. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭ തന്നെ ഈ കേരളത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചിട്ടുള്ള കാലമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഈ ഗവൺമെന്റ് അംഗീകാരം നേടുമെന്ന് വരുമ്പോൾ ഈ ചർച്ചയിൽ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങ് പറയുകയുണ്ടായി, നിങ്ങളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസികൾ മഹാഭൂരിപക്ഷമുണ്ട് ഇടതുപക്ഷത്തിനൊപ്പം. സർ, വിശ്വാസികൾ വിശ്വാസത്തിനൊപ്പമാണ് പൂർണ്ണമായും ഭൂരിപക്ഷത്തുമുള്ളത്. അവരാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. പക്ഷേ ആത്യന്തികമായ ഒരു വിശ്വാസത്തിനൊപ്പമാണുള്ളത്. അപ്പോൾ അതിലെ ഏറ്റടക്കം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാണാം. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.